വെരി ഗുഡ്. അയാളുടെ ലോകത്തിൽ ഇപ്പോ എന്തൊക്കെ ഫോർബ്സ് പട്ടികയിലൊക്കെ കിടന്നിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് എല്ലാം അറിയാം, പക്ഷെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. ബോറിംഗായി പഠിക്കില്ലേ? കുറച്ച് ബോറിംഗായി അല്ലേ? നമുക്ക് ഈ ഫുഡ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കാം, എന്നിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് പുഷപ്പ് മനസ്സിലാണ്. നീ ഇങ്ങനെ പ്രോട്ടീൻ പൗഡർ എടുക്കാം. ഏത് പ്രോട്ടീൻ പൗഡർ? നീ എങ്ങനെ അല്ല പേര് എല്ലാവരും എന്ത് പ്രോട്ടീനാണ്? മാസ് പ്രോട്ടീൻ, മാസ് ബേസ്, മാസ് പ്രോട്ടീൻ വേറെ. ഓക്കെ. ജിമ്മിൽ പോകുന്ന വേറെ ആരെങ്കിലും? ആശിഷ് പുഷപ്പെടുക്കോ? എടുക്കുക. ജിമ്മിലൊക്കെ പോകുന്ന ഇങ്ങനത്തെ ശരി. നിങ്ങളിങ്ങനെ ഗേൾസ് സിൻസിയർ ആയിട്ട് കാണിക്കുന്നത് ഇങ്ങനത്തെ ബോയ്സിനെ കാണുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അല്ലെങ്കിൽ എന്നെ ശരിക്കും ശരിക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ആർക്കാണ് കാണുമ്പോൾ എങ്ങനെയാണ് പിന്നെ ക്ലാസ് എടുക്കാൻ തരുന്നവരാണ് ഇങ്ങനത്തെ ഒരു ചേട്ടനായിരുന്നു കുറച്ച് നോക്കിയിരിക്കാന്ന് തോന്നിയിട്ടില്ല. ആ കുട്ടി പറഞ്ഞു സിൻസിയർ അവിടെ സിൻസിയർ പറഞ്ഞു. എന്റെ ബോഡി ഷേമിങ് എന്റെ മനസ്സിൽ മാത്രമുള്ള ഒരാളൊന്നല്ല, ഇങ്ങനത്തെ ഒരാളെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഹോർമോൺസ് തമ്മിൽ ജോയിന്റ് കണക്റ്റഡ് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഹണിറോസിനെ കാണാൻ പറ്റും, മനസ്സിലായി? ബോയ്സ് ടോവിനോയും പൃഥ്വിരാജിന്റെ ഗേൾസിനെ അല്ല, ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിലൊന്നും വലിയ ചിന്തിച്ച് നടക്കേണ്ട ആവശ്യം, മനസ്സിലായി? അപ്പോൾ ഈ ഫീലിങ്സ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡി. സോ ഞാൻ മൈൻഡ് വെച്ചിരിക്കാൻ ഹോർമോൺസ് ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം സംഭവിക്കും. മനസ്സെവിടെയിരിക്കും? മനസ്സെവിടെയിരിക്കും? എല്ലാവരും പ്രശ്നത്തിൽ എനിക്ക് മനസ്സിൽ ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നു. എനിക്ക് ഭയങ്കര ടെൻഷൻ ഇവിടെയല്ല മനസ്സായി, നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ മനസ്സിനെ കണ്ടുകൊള്ളുന്നത്. ഇപ്പൊ ബേസിക്കലി ഒരു ന്യൂറോൺസിന്റെയും ഹോർമോൺസിന്റെയും ഒക്കെ കാര്യമാണ്. എന്താണ് വിഷാദം, ഡിപ്രഷൻ? ഡിപ്രഷനിലൂടെ കടന്നു പോകാത്തവരാണ് അല്ലെങ്കിൽ സാധനത്തില്ല ഡിപ്രഷനിലൂടെ ഇല്ലേ? ഞാൻ നിങ്ങൾ സെറ്റായോ, നിങ്ങൾ സെറ്റായോ, നിങ്ങൾ സെറ്റായോ ചോദിച്ചപ്പോൾ ഇയാളെന്ത് പൊട്ടനാണ്, ഇയാൾ എന്ത് കഴിവ് കെട്ടാനാണ് അന്ന് ഞാൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആഭാസനെ പോലെ ഞാൻ എന്താ ചോദിക്കേണ്ട ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏജിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അണ്ടർഗോ ബ്രേക്കപ്സ്. അതൊരു വലിയ പ്രശ്നമാണ്. അതിനാദ്യം നമ്മുടെ മൈൻഡിനത് കുറെ രീതിയിലായിരിക്കും ചെയ്യുന്നത്, മനസ്സിലായി? പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കുറെ നേരം ചിരിക്കുന്നുണ്ട്. മനസ്സിന്റെ ഡ്രീം ഡ്രീം
എന്ത് ഡ്രീം വേണേ ആവട്ടെ. ഈ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഡ്രീം മാത്രമല്ല ഞാൻ മില്യനർ ആണ്. വെരി ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് ഡ്രീം. ബട്ട് തനിക്ക് ഡിപ്രസിംഗ് ആയിട്ടുള്ള ഡ്രീം, ഡിപ്രഷൻ തരുന്ന ഇല്ല. അങ്ങനത്തെ ഡ്രീം നത്തിങ് ഈസ് ഡിപ്രസിംഗ്. ഡിപ്രസീവ് ഡ്രീമുകളാണ് എനിക്ക് എല്ലാ ഡിപ്രസീവ് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ഡിപ്രസീവ് ഡ്രീം എനിക്ക് കിട്ടണം പക്ഷെ കിട്ടാൻ പറ്റും അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാണോ? എനിക്ക് സപ്ലൈസ് പക്ഷെ കുറച്ച് എനിക്ക് ഇതിന്റെ കൂടെയുള്ള അവര് പാസ്സായിട്ടില്ല. ഇന്റഗ്രൽസ് അങ്ങനെ അപ്പൊ അവര് പാസ്സായില്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ ഫ്രണ്ട്സ് പാസ്സായി പോയിട്ട് കുറച്ച് അപ്പൊ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു? യൂണിറ്റ് ശരിയാണ് അടുത്ത ഒരു വലിയ പ്രശ്നമാണ് അല്ലേ? ഡിപ്രഷൻ വരുന്ന ഒരു കാര്യമാണ് ഫീൽ. ഇതെന്താണ് മറ്റുള്ളവർ നമ്മളെ ബോറടിക്കുന്നുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? എക്സ്പ്രസീവ് എക്സ്പ്രസീവ് പാരന്റ്സിനെ കുറ്റപ്പെടുത്താറുണ്ട്. നിങ്ങൾ ഭയങ്കര ഐഡിയസ് ഫ്രണ്ട്സാണ്. നിങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ കോളേജിലേക്ക് ഞാൻ നിങ്ങൾ പിടിച്ചു നിർത്തി കാണിച്ചു. ഐഡിയസ് ഫ്രണ്ട്സ് നമ്മൾ കുറേയൊക്കെ നിങ്ങളെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. നിങ്ങൾ പാരന്റ്സ് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് പാസ്സാക്കിയിട്ടുണ്ട്, ഇത്രയും മാർക്ക് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ സമൂഹം നമ്മൾ ഡിപ്രസിന്റെ പൂർവ്വ നമ്മൾ ലോൺലി ആവുന്ന സ്റ്റേറ്റ് ഡിപ്രഷൻ തുടങ്ങുന്ന ഒരു എക്സാം നമ്മൾ പാസ്സായി അപ്പൊ നമുക്കൊന്നും തോന്നില്ല. അപ്പൊ നമ്മുടെ മനസ്സിലാക്കി കഴിയുന്ന ഒരു ഡോക്യുമെന്റ് പ്രശ്നം. എന്നിട്ട് ഞാൻ അടുത്ത തവണ എക്സാം സപ്ലിമെന്ററി എക്സാം എഴുതി പാസ്സായി. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ പ്രൊപ്പോസ് ചെയ്ത് പോകും. ഞാൻ മാത്രം ഒരു സ്ഥലത്ത് നിൽക്കുന്നു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഡിപ്രഷൻ പിന്നെ അത് വളരെ ഡീപ്പായി ഞങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി എന്ന് പറഞ്ഞൊരു സംഭവം. അതാണ് ഏറ്റവും ഡിപ്രഷൻ. ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടല്ലോ, ലോൺലി ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. ആ അവസ്ഥയില് നമ്മൾ എന്ത് ചെയ്യണം നമുക്കറിയാം. ബ്രേക്കപ്പിന്റെ കാര്യമാണ് റിലേഷൻഷിപ്പ് ഒഴിവാക്കില്ല. ഞാനൊരു കൊള്ളലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാൻ ഇനി ഇങ്ങനെ ഫേസ് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു ചിന്ത നമ്മുടെ ആദ്യം. പിന്നെ നമ്മൾ ആ ഡിപ്രഷനിലേക്ക് പോയി ലോൺലി സ്റ്റേറ്റിലേക്ക് എല്ലാ കേസിലും അങ്ങനെയാണ്. വീട്ടിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട് ഇല്ലേ? വീട്ടിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ അങ്ങനെ. അപ്പോഴും നമ്മൾ എന്താ ഞാൻ എന്താ ഇങ്ങനെ, ബാക്കിയുള്ളവരെല്ലാം നോർമൽ അല്ലേ, ഞാൻ എന്താ എങ്ങനെയാണ് ആ ഒരു തോട്ടിലേക്ക് മനസ്സിങ്ങനെ പോയി എവിടെ എത്തണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ നമ്മൾ ഡിപ്രഷനിലേക്ക് താഴ്ന്ന
ആദ്യത്തെ തടങ്ങൾ പോയി. ഫസ്റ്റ് തിങ് ഒരാളുടെ ഡിപ്രഷന്റെ റിലീവ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ സംഭവം. ഈ സംഭവത്തെ കുറിച്ച് ചോദിക്കില്ല. വളരെ സ്മോക്കിംഗ് ആൾക്കാർക്ക് ഈ രാവിലെ സ്മോക്ക് ചെയ്യുന്നവരുണ്ട്. അവരിനെ കുട്ടിനോടാണ് കമ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ടോയ്ലറ്റിൽ പോകുന്നതാണ് സ്മോക്ക് ചെയ്യുന്നത്. അപ്പൊ കുട്ടി എങ്ങനെ താഴെ നിന്ന് പുകയിട്ടാൽ മുകളിലേക്ക് പോകുന്നത്. അതേമാതിരി ഈ പുക അകത്തേക്ക് പോയാൽ അവരെ ചില കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. പിന്നെ ഈ സ്മോക്ക് ചെയ്യുമ്പോൾ ആദ്യം അവർ എന്ത് ചെയ്യും? ഒരു സിഗരറ്റ് അടിച്ചു. പിന്നെ അതിനകത്ത് ഇൻഡിയേഷൻ ഉണ്ട്. അങ്ങനെ മനസ്സിലാകല്ലേ? അത് അങ്ങനെ കാണിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളെ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചില്ല. പക്ഷെ അത് കാണിക്കുന്നവരുണ്ട്. ഒരു ആക്ഷൻ ഉണ്ട്. അപ്പൊ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും ഈ ആക്ടിവിറ്റി. ഇന്നൊരു സിഗരറ്റിന്റെ പൈസ തരണം. ഒരു പാക്കറ്റ് എത്ര സിഗരറ്റ് ഉണ്ട്? ഇത് പറയുന്നതിന് ഒരു പാക്കറ്റ് സിഗരറ്റ് അറിയാം. അതിന് എത്ര രൂപയാണ്? 80. സോ ഒരു സിഗരറ്റിന് 8 rupees. ഒരു ഡേ ഇന്നത്തെ ആവറേജ് ഇന്ത്യൻ സ്മോക്സ് 5 cigarettes ആണ്. അപ്പൊ 8 into 5 40. ഒരു ദിവസം 40 രൂപയാണ് ഒരു മലയാളിക്ക് അത് ഇന്ത്യൻ ചേർത്ത് 40 into 365 ഞാൻ ആവറേജ് പറഞ്ഞു. മാക്സിമം കിട്ടുന്നവരല്ല എനിക്ക് മാക്സിമം ഭയങ്കര വീക്കായതാണ്. എത്ര വരും? 40 into 365 12,000 ആണ്. ഈ വർഷം സിഗരറ്റ് എത്ര രൂപയാണ്? എത്ര കൂട്ടിയത്? 16%. കഴിഞ്ഞ വർഷത്തെക്കാട്ടി 14% സിഗരറ്റിന്റെ വില കൂടി. പെട്രോളിന്റെ വില എത്ര കൂടിയത്? 10 years. ഈ 10 വർഷത്തിൽ പെട്രോളിന്റെ വില 2014 പെട്രോളിന്റെ വില 75, 74, 76. ഇന്ന് ഒരു പെട്രോളിന്റെ വില ഹൈക്കോടതി 108. അപ്പൊ എത്ര കൂടി? 60% ഈ 10 years. അപ്പൊ നിങ്ങളുടെ ആവറേജ് 10% ഹൈക്ക് വെച്ച് നോക്കുക സിഗരറ്റിന്റെ പൈസ. അപ്പൊ നിങ്ങൾ ഒരു ഇന്ത്യൻ ആവറേജ് സ്മോക്ക് ചെയ്യുന്നത് 20 years തൊട്ടാണ് പറയുന്നത്. അപ്പോ അയാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു 70 വയസ്സ് വരെ ജീവിച്ചിരുന്നത് 50 വർഷമായിട്ട് ഒരു 5 സിഗരറ്റ് എടുത്ത് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ 12 ലക്ഷം രൂപയുടെ അടുത്താണ് അയാൾ സ്പെൻഡ് ചെയ്യുന്നത്. ഒരു വർഷം 10% ഹൈക്ക് വെച്ചത് സിഗരറ്റിന്. 12 ലക്ഷം. ഫിക്സഡ് ഡെപ്പോസിറ്റ് അറിയാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയാം? ഈ അവിടെ എന്താ 5 ഏത്തപ്പഴം കഴിച്ച് കഴിക്കണം. അപ്പൊ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഈ 100 ലക്ഷം രൂപ കൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് 70 വയസ്സാകുമ്പോൾ അത് ഓൾമോസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ 28 lakhs എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്കും 12 ലക്ഷം രൂപ ചെലവാക്കണം, അല്ല 28 ലക്ഷം രൂപ വേണം. നിങ്ങൾ വേണം മക്കൾക്ക് കൊടുക്കാം 28 ലക്ഷം രൂപ അല്ലേ? അവർക്ക് കൊടുക്കാം 28-30 ലക്ഷം രൂപ.
ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഏകദേശം അത്ര രൂപ ഓഫേക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക 12 lakhs നമ്മൾ വലിച്ചു തീർക്കാനായിട്ട് എന്തോ ഒരു ഡിപ്രഷന് വേണ്ടിയിട്ട് ആരും ഇട്ടേച്ച് പോയതിന് എന്തിനോ വേണ്ടിയിട്ട് വലിച്ചു തീർക്കണം ഈ ജീവിതം. ഇനി സൗന്ദര്യം എല്ലാവരും ആളുകളുടെ സ്കിൻ കെയർ ഞാൻ മൈ റൈറ്റ്. എന്റെ ആരോഗ്യം എന്റെ റൈറ്റ് ആണ്. എന്റെ ആരോഗ്യം എന്റെ നോർമൽ ലങ് ഇതാണ്. പക്ഷെ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ലങ് ഇങ്ങനെയാണ്. അറിയോ? നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ സ്മോക്കേഴ്സ് ലങ്? ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നത് ഇതാണ് സ്മോക്കേഴ്സ് ലങ്. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഡിസെക്ഷൻ ഫസ്റ്റ് ഇയർ അനാട്ടമിയിൽ ഡിസെക്ഷൻ ഉള്ള സമയത്ത് ഒരു വയസ്സായ ഒരു അപ്പൂപ്പന്റെ ലങ്സ് നമ്മൾ ഡിസെക്ട് ചെയ്തു. തൊറാക്സ് ഡിസെക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത്ര താപം ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. അത്ര ഫുള്ളായിട്ട് ഈവൻ HOD സാർ തന്നെ പറഞ്ഞിട്ടോ ഇയാൾ സ്മോക്ക് ചെയ്ത ഇയാൾ ഇത്രയും ജീവിച്ചത് ഇയാൾ എത്ര പൈസ തൊട്ട് സ്മോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളുടെ ലങ്സ് ഇങ്ങനെയാണ്. കണ്ടില്ലേ ഈ ഹാർട്ട് ഇഷ്യൂസ് തന്നെ കളർ മാറിയിരിക്കുന്നുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ചോ നിങ്ങളുടെ ശരീരത്തിന് ഇങ്ങനെയാണ്. സ്മോക്കിംഗ് അടുത്ത സ്റ്റേജാണ്. വൈകിട്ട് എന്താ പരിപാടി? വീട്ടിൽ പോകാൻ കിടന്നു. വൈകിട്ട് ആർക്കും ഒരു പരിപാടിയൊന്നുമില്ല. പിന്നെ വൈകിട്ടുള്ള പരിപാടി പറയുന്നത് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞാൽ സമയം. നമ്മളുടെ സാമ്പത്തിക ഭദ്രത, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഇതിലായിരിക്കുന്നത് മദ്യം. മദ്യത്തിലാണ് സാമ്പത്തിക ഭദ്രത ഇരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് അങ്ങനെയല്ല. അവിടെ ഇരിക്കുന്ന മുഖ്യ പാവങ്ങൾക്ക് എന്തുകൊണ്ടുന്നില്ല പെൻഷൻ ഇന്ന് ഉറക്കുന്നതാ. ഇന്ന് കൊടുക്കുന്നില്ല. എത്ര മാസമായി തുടങ്ങിയിട്ട് പെൻഷൻ? 8 മാസമായി അല്ലേ? 6 മാസം. പക്ഷെ ഇതിലേക്ക് വരുന്ന പൈസയ്ക്ക് ഈ പെൻഷൻ കിട്ടാത്ത പല ആൾക്കാർ ഇത് മനസ്സിലാക്കി. മനസ്സിലായി? ഈ സംഭവം നമ്മൾ തുടങ്ങുന്നത് കുറച്ച് വീര്യം കൊടുക്കണം. മലയാളി മദ്യം കഴിക്കുന്നത് എന്തിനാണ്? വിദേശികൾ കണ്ടിട്ടാണ്. 10 ആൾക്കാർ ഭക്ഷണത്തിന് മുന്നേ ഒരു ഗ്ലാസ്, ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ്. എന്തിനാണ്? ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മലയാളി മദ്യം കഴിക്കണം അങ്ങനെയല്ല. ആദ്യം ഈ പെയിന്റ് അടിക്കണം. ആദ്യം ഒരു കോട്ട് ഫ്രൈ, പിന്നെ ഒരു കോട്ട് കുത്തി, പിന്നെ രണ്ടാമത്തെ കോട്ട്, മൂന്നാമത്തെ കോട്ടാണ്. അവര് ദഹിക്കാനാണ് അടിക്കണം. പക്ഷെ നമ്മള് ദഹിപ്പിക്കാൻ, നമ്മുടെ ലിവറിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കണം. ഒരു പെയിന്റ് എത്ര എല്ലാം അറിയുന്ന മഹാനുഭാവം പണ്ട് എത്ര പെക്കൊഴിക്കണം. നീ ഐഡിയൽ സ്റ്റുഡന്റ്, പിന്നെ ഐഡിയൽ സ്റ്റുഡന്റ് മദ്യപിച്ച് കിടക്കുന്ന ലിവർ, കാരണം ലിവർ സിറോസിസ് അത് ലിവറിനൊക്കെ വരുന്ന ഡോക്ടേഴ്സ് പറയും മാഡം നിങ്ങൾക്ക് ലിവർ സിറോസിസ് ആണ് എന്നൊക്കെ പറഞ്ഞ ഡോക്ടേഴ്സ് ലിവറിന്റെ അടിയിൽ കുറെ മോട്ടിവ്സ് ഒക്കെ വരും. ഈ ലിവർ മുറിക്കാൻ ഭയങ്കര പാടായിരിക്കും, അത്രയും കട്ടിയായി. ഇതാണ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്ട്. അപ്പൊ നിങ്ങളുടെ ലിവറിന് ഞാൻ താല്പര്യമുണ്ടോ? താല്പര്യം മദ്യം കഴിഞ്ഞാൽ അടുത്ത വീരവൻ ഈ ലോകം ഭരിക്കുന്നത് തന്നെയാണ് ഈ സംഭവം. അറിയോ എന്താണ് സംഭവം? മൊത്തത്തിലാണ്. പറയൂ. പറഞ്ഞോളൂ.
ഒന്ന് വരച്ച് അങ്ങനെയല്ല, ഇതൊന്ന് വരച്ച് ഇതൊന്ന് വരച്ച് അറിയില്ല ആരും അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെ വരച്ചിട്ട് ഇപ്പൊ ഈ 2000 രൂപയുടെ നോട്ട് ഞാൻ സാധനം തന്നെ കട്ട് ചെയ്തു. അപ്പൊ റോൾ ചെയ്തിട്ട് പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അർജുനനെ യൂസ് ചെയ്യും, ലൂസിഫർ, വെരി ഗുഡ്. എന്നിട്ട് സാധനം വെരി ഗുഡ്. I appreciate it because we should be aware of എല്ലാ ഞാനിപ്പോ ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും അറിയില്ല. ഡ്രഗ്സ് അതൊക്കെ നിൽക്കാതെ, പക്ഷേ നമ്മൾ അവരുടെ ഇവരെ എല്ലാം അറിയാമെന്നുള്ളൊരു പോയിന്റ് RDX, MDMA, സ്റ്റാമ്പ്, പിന്നെ ഈ സ്നോട്ട് ചെയ്യുന്ന സാധനം, ഇത് പിന്നെ ഇൻജക്ടബിൾസ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അറിയുന്ന സമൂഹം അങ്ങനത്തെ ഒരു സമൂഹമാണ്. ഒരു ദിവസം ഞാൻ നമ്മുടെ വാണിപുരത്ത് തന്നെ തിരിച്ച് ബസ് സ്റ്റോപ്പ് വരെ, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കോളേജിലേക്ക് സത്യം ചെയ്യാൻ താല്പര്യമുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഞാൻ ഇയാളെ പോലീസിൽ എവിടെ പോയത് എനിക്കെന്ന് അറിയില്ല. നമ്മൾ പോകുന്ന കമ്മ്യൂണിറ്റി അങ്ങനെയാണ്. നമ്മൾ ഡിപ്രഷനിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിലേക്ക് നമ്മൾ പോകും. കാരണം നമുക്ക് ആ ഡിപ്രഷൻ കിട്ടാൻ മതി, എന്തെങ്കിലും ഒരു സാധനം പോയി കിട്ടാൻ മതി. മദ്യപിക്കുന്ന ആൾക്കാർ വീര്യം കൂടി കാരണം ഡ്രഗ്സ് ഈസി. ഇന്ന് എത്രയാണ് ഡ്രഗ്സ് വെരി ഗുഡ്. നമ്മൾ അവെയർ ആയിട്ടിരിക്കും, നമ്മൾ എല്ലാത്തിനെ കുറിച്ചിട്ട് അവെയർ ആയിട്ടിരിക്കും. കാരണം ഈ അവെയർനെസ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഗേൾസും നിങ്ങൾ അവെയർ ആയിട്ടിരിക്കും. ഈ ലോകം അങ്ങനെ വൃത്തികെട്ട ലോകത്തിലേക്ക് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മൾ എഫക്ട് ചെയ്യാണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത്. അത് എൻ്റെ അടുത്ത് പെർമിഷൻ എല്ലാ സാധനം പേര് എന്ത് വെച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഡ്രഗ്സ് കഴിഞ്ഞാൽ അടുത്ത സ്ട്രെസ് റിലീഫ് എന്താണ് ഈ സംഭവം. സത്യം നമ്മൾ അറിയുന്നില്ല. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹിയൊക്കെ വളരെയധികം അല്ലടാ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്. നീ എന്റെ ക്ലാസ്സിന് പോക്കപ്പായി അങ്ങോട്ട് ഇങ്ങനെ ഫോക്കസ് എല്ലാവരും നിന്റെ മുഖത്തിൽ എഴുതിച്ചിട്ടുണ്ട്. ആ ക്ലാസ് എന്താ നമ്മള് ഈ ഡ്രഗ്സ് എല്ലാം കഴിയുന്ന സ്റ്റേജില് ഒരാള് ഹുക്കപ്പിന്, നമ്മളെല്ലാം അഡൽട്സ് ആണ് പറയുന്നത്, ഹുക്കപ്പിന് പോകുന്ന സമയത്ത് നമ്മളൊന്നും ചിന്തിക്കില്ല. കാരണം നമ്മളപ്പോൾ എന്താ പറയാ എക്സൈറ്റഡ് സ്റ്റേജിലാണ്. കോവിഡിന്റെ സമയത്ത് നമ്മൾ നല്ല ഹാൻഡ് വാഷ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി തുടങ്ങി. കോവിഡിന്റെ സമയത്ത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാൻ എല്ലാവരും എത്ര
അത്ര പേടിയായി മാസ്ക് പക്ഷെ ഈ സാധനം അടിച്ചു കയറിയ സമയത്ത് അപ്പുറത്തെ ആരാന്ന് പോലും നോക്കാണ്ട് ഏതൊക്കെ മാറി അല്ലേ തോന്നിയിട്ടില്ലേ കണ്ടിട്ടില്ലേ ആൾക്കാർ അപ്പൊ പറയും ഞാൻ മാസ്ക് പ്രൊട്ടക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് പ്രൊട്ടക്ഷൻ. അപ്പൊ എനിക്ക് എന്താ പ്രശ്നം കണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസം തൈലേക്ക് പോയിട്ട് അവര് എന്താ പറയുക ഇതേ മാറ്റി അവര് ഡ്രഗ്സ് ഭയങ്കര ഡ്രഗ്സൊക്കെ അടിച്ച് കയറ്റി അവിടെ ഒരു സ്ട്രീറ്റ് നടക്കുമ്പോൾ എനിക്ക് അറിയുന്നുണ്ടാവും തൈലേക്ക് പോയിട്ട് യൂട്യൂബിലെ കണ്ടിട്ടുണ്ട്. നീ പോയിട്ടുണ്ടോ? ശരി അവിടെ എത്തിയിട്ട് ചെയ്യാൻ they made some girls. രണ്ട് ബോയ്സ് ആയിരുന്നു അവർ രണ്ട് ഗേൾസ് അതിന് ഓട്ടോമാറ്റിക്കലി റൂമിൽ കൊണ്ടുവന്നു സംഭവങ്ങളെല്ലാം നടന്നു. പക്ഷെ അതിനെന്തൊരു സംഭവം ഇവർ ഇഞ്ചക്ട് ചെയ്ത് അല്ലെങ്കിൽ നാക്കിന് അടിയിൽ വെക്കാൻ എന്താ ചെയ്യും പിന്നെ അവർക്ക് ഓർമ്മയില്ല. അവർ ഫുൾ ഉറങ്ങി രാവിലെ എണീറ്റപ്പോൾ ആ ഹോട്ടലിൽ നിന്നുള്ള ചില്ലിൽ വെൽക്കം ടു ദ ക്ലബ് എന്ന് എഴുതി വെച്ചു. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. ആ രണ്ട് പേരുടെ ജീവിതം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. എക്സൈറ്റിംഗ് പോസിറ്റീവ്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താ, നമുക്ക് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അമിതൊരു കൃഷി ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ സ്ട്രെസ് റിലീവ് ചെയ്യാൻ ജോബിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് പുഷ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല അടുത്ത ആളെങ്ങനെയായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് ഇല്ലേ. ഞാനൊന്നും എടുത്ത് പറയുന്നത് എടുത്ത് പറയാൻ പറ്റില്ല. സുപ്രീം കോടതി ലോ ഉണ്ട്, അങ്ങനെ പറയാൻ പാടില്ല, അവരെ ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷെ ഇതാണ് ഫാക്ട്. ഈ സംഭവം വരാൻ എളുപ്പമാണ്. സോ ഡിപ്രഷൻ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, പിന്നെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് മനുഷ്യൻ എല്ലാ ചില അവസാനിക്കുന്നത് ഇതായിരിക്കും മനുഷ്യന്റെ അവസാന ഈ ഞാൻ ഒരാളെ സൂസൈഡിൽ നിൽക്കുന്ന മനസ്സിലായി. അവര് ശരിക്കും ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഒരിക്കലും വിഷമം നമുക്ക് തോന്നില്ല ആ നിമിഷം. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് ആ ഇമേജ് അവരുടെ മൈൻഡിൽ പോകില്ല. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ മരിച്ചു വിചാരിക്കും, അന്ന് കുറെ ദിവസം കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ പേരൻസ് ഒരിക്കലും കാരണം ഒരു എംബ്രിയോ ഒരു ഓവും സ്പേമും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് എംബ്രിയോ വളർന്ന് ഫീച്ചേഴ്സ് ആയിട്ട് അമ്മയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അമ്പിളികളോട് നമുക്കറിയാം. ആ ഒരു കണക്ഷൻ ഒരിക്കലും ഒരു കാലത്തും തട്ടിയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ആ കണക്ഷൻ കട്ടിയാൻ പറ്റില്ല. അതേമാതിരി ഒരു അച്ഛൻ്റെ കെയർ, ഒരു അച്ഛൻ ഡൊണേറ്റ് ചെയ്യുന്ന സ്പേമിലാണ് നമ്മൾ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ബിഗ്. നമ്മൾ ഏതെല്ലാം കാലഘട്ടത്തിലൂടെ പോയി വന്നാലും എവിടെയൊക്കെ പോയാലും അൺചേഞ്ച് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അച്ഛൻ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അച്ഛനെ മാത്രമേ. അവര് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് അവരെ മാത്രമാണ്.
നിങ്ങൾ ഇതുവരെ ഇട്ടിരിക്കുന്ന ഡ്രസ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, എവരിത്തിങ് ഇസ് അണ്ടർ യുവർ പേരൻസ് മാസ്. പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഇഷ്യൂസ് ഉണ്ടാവും, നിങ്ങൾ അതൊക്കെ വിട്ടേ. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണം. തെറ്റ് മീൻസ് ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഞാൻ അവർ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ somebody is there to live for you. Take a priority. എന്തായാലും there is somebody who will help you. അപ്പോൾ മെന്റൽ ഹെൽത്ത് ആണ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഫിസിക്കൽ ഹെൽത്ത്. ഇയാൾക്ക് എന്തോ കുഷപ്പെടുത്ത ആൾക്ക് ഇപ്പൊ മനസ്സിലായി അല്ലെ? മോർ ഇമ്പോർട്ടന്റ് ഏതാണ്? എങ്ങനെയായിരിക്കണം? ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും നേരം ഞാൻ സംസാരിച്ചില്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? മെന്റൽ ഹെൽത്ത് ആണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഫിസിക്കൽ ഹെൽത്ത് ആണ് മോർ ഇമ്പോർട്ടൻസ്? എന്റെ പോയിന്റ് നമ്മൾ ചതിക്കുഴികളിൽ വീഴുന്നതിന് മുന്നേ നമ്മൾ നമ്മളെ തിരിച്ച് മനസ്സിലാക്കുക എന്നതാണ്. ഓഫ് കോഴ്സ് നമ്മൾ വളർത്തിയ അച്ഛനമ്മമാരെ. അപ്പോ ഞാൻ തുടങ്ങിയത് ഡിപ്രഷൻ എന്നാണ് ഞാൻ തുടങ്ങി വന്നത്. ഡിപ്രഷന് പറ്റിയ ട്രീറ്റ്മെന്റ് എന്താണ്? കൗൺസിലിംഗ്. വെരി ഗുഡ്. അപ്പൊ ആരെ കൺസൾട്ട് ചെയ്യണം? നിങ്ങൾക്ക് സൈക്കാട്രിസ്റ്റിനെ പോകുന്നത് മോശമാണെന്ന് തോന്നുന്നവരാണ്. ആ ടാബ് കഴിഞ്ഞു, ആ കാര്യം കഴിഞ്ഞു. സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയിക്കാൻ തലയ്ക്ക് പട്ടുപിടിച്ചതിനാണ് പോയി. നിങ്ങൾക്ക് ഡിപ്രഷൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയി തന്നെ. ഡിപ്രഷൻ മസ്റ്റ് ബി ട്രീറ്റഡ്. അത് വെച്ച് പുറത്തു തെറ്റായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഡിപ്രഷൻ എന്താ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ സൈക്കാട്രിസ്റ്റ് അടുത്ത് പോകും. ഇതൊരു ക്യൂറബിൾ ഡിസീസ് ആണ്. അത് വലിയൊരു എക്സ്പാൻഡ് ചെയ്ത് വലിയൊരു ബോർഡാസ്റ്റ് ആവുന്നതിന് ഇതിലേക്ക് പോകുന്നത് നല്ലത്. അത് ഇതിന്റെ നുഴയിലും കുടിക്കലൊക്കെ പറയും. ആ ഒരു ടാബ് നമ്മൾ കൊണ്ടുപോകാൻ തീർക്കണം. സ്മോക്കിംഗ് നിർത്തുക. ഞാൻ ചോദിക്കില്ല, പലർക്കും ചിലപ്പോൾ ഹാബിറ്റ്സ് ഉണ്ടാവും, സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവും. സ്മോക്കിംഗ് നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു നമുക്ക് ഓവർ ദ കൗണ്ടർ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മരുന്നുണ്ട്. ആർക്കെങ്കിലും വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ അറിയാറാണ്. സോ അങ്ങനത്തെ ഡ്രഗ് തെറാപ്പീസ് ഉണ്ട്. നമുക്ക് മരുന്ന് എടുത്താൽ ഈ സ്മോക്കിംഗ് നിർത്താൻ പറ്റും. സെയിം തിങ് നമുക്ക് ആൽക്കഹോളിനും പറ്റും. മരുന്ന് നല്ല സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണ്. അതേമാതിരി ഡ്രഗ് അഡിക്ട്സോ ആണെങ്കിൽ, ഡ്രഗ് എടുത്തവരാണെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുന്നത് തെറാപ്പീസ്. പക്ഷെ നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആണ് വിചാരിക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകും. ഇന്നത്തെ ദിവസം വളരെ മോശമായി, ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പൊ നമ്മൾക്ക് ഒരു റിലീഫ് ഫാക്ടർ വേണം വീട്ടിൽ പോയിട്ട്. ബെസ്റ്റ് തിങ് എക്സസൈസ്. ഏറ്റവും നല്ലത് എക്സസൈസ് ആണ്. അവിടെ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആവുന്നത്. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്കാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണും ഡോപാമിനും ലെവൽ കൂടും. അത് നമ്മുടെ ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഡിപ്രഷൻ ഇല്ല അല്ലെങ്കിൽ ഭാവിയിൽ ഡിപ്രഷൻ പോകാതിരിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നല്ല എക്സസൈസിലേക്ക് നിങ്ങൾ കടക്കാൻ പോകും. ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് വാക്കിംഗ് ആയിരുന്നു. ഒരു പാർക്ക് പോയിട്ടുണ്ട്, കാലിൽ ഹെഡ്സെറ്റ് വെച്ചു ജസ്റ്റ് ഒന്ന് നടക്കുക. മനസ്സിലായി? പിന്നെ വെള്ളം കുടിക്കും. എസ്പെഷ്യലി ഈ സീസണിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം കുടിക്കണം. നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് വളരെയധികം നല്ലതാണ്. അപ്പം എക്സസൈസ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. നിങ്ങൾക്ക് പെട്ടെന്ന് ദോഷം വെള്ളം കുടിക്കാൻ പറയുന്നുണ്ടല്ലോ, അത് പ്രഷർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം അതേമാതിരി ഡ്രിങ്കിങ് വാട്ടർ പല ആൾക്കാർക്ക് ഇന്ന് വളരെ മോശമാണ് വെള്ളം. നിങ്ങൾ എത്രയായിട്ട് സമയക്കുന്നത് നിങ്ങൾ വെള്ളം കുടിക്കാറില്ല? ചോദ്യം ചോദിക്കുമ്പോൾ വെള്ളം ശരിക്കും മടിയന്മാർ പേരുണ്ട്. ഞാനൊക്കെ എന്താ രാത്രി സ്ക്രീൻ ടൈം എത്ര പേര് രാത്രി ഫോൺ നോക്കി? എത്ര പേര് നോക്കി? ഞാൻ 8 പേര്. നല്ലതാണോ?
ബ്ലൂ ലൈറ്റ് അറിയാമോ? ആംബുലൻസ് സ്ക്രീൻ ബ്ലൂ ലൈറ്റ് അത് നല്ല കാര്യം. പക്ഷെ ഒരു ദിവസം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് അപ്പൊ നമ്മൾ കൂടുതൽ നേരം ഫോക്കസ് ചെയ്തിരിക്കും ഇല്ലേ? എന്റെ ഒരു സ്ട്രെസ് റിലീഫ് ഫാക്ടർ ഉണ്ടാകും. ഞാൻ ഇവിടെ വീഡിയോ കയറി കാണും. ഇതിനൊക്കെ കലാപരമായിട്ടുള്ള ബോധമുണ്ട്. നീ ശക്തനാണ്, ശക്തൻ പരമൻ ചെറുക്കൻ ശക്തൻ. നീ പോയി മരിക്കണം. ഞാൻ ഇവിടെ വീഡിയോ ശ്രദ്ധിക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത്ര സ്ട്രെസ് പോകുന്ന ഒരു സംഭവമേ സ്ഥിരം നിങ്ങൾ കയറി കാണണം. കാരണം അവർ എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് വന്ന് പറയാനല്ല. നമ്മൾ അങ്ങനെ കുറെ കോൺഫിഡൻസ് പഠിക്കാനുണ്ട് അവിടെ ഈ വീഡിയോ കാണുന്നത്. ഞാൻ സത്യമായിട്ട് എൻജോയ് ചെയ്യും ഇവിടെ വീഡിയോ. അപ്പോ സെക്ഷന്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് വൈകിട്ട് ഹാപ്പിനെസ്, സ്ലീപ്, വാട്ടർ, ഡയറ്റ്, എക്സസൈസ്. അതിൽ എക്സസൈസും വാട്ടർ ഡ്രിങ്കിങ്ങും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ സെക്ഷൻ കഴിയുമ്പോഴേക്കും മസ്റ്റായിട്ട് ചെയ്തിരിക്കുക. പിന്നെ മെന്റലി വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫേമസ് ഡയലോഗ് എന്താ? ഒന്ന് പോയി തരുമോ മാത്രം. താങ്ക് യു. പോയി തരാം. ലോക ആരോഗ്യ ദിനമാണ് ഈ ഏപ്രിൽ 7 അതിന്റെ ഭാഗമായിട്ട് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മെഡിക്കൽ സ്റ്റുഡൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ ചുരുങ്ങാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ഓർഗനൈസേഷൻ തമാശ any questions to make any questions? Let's join. Thank you. മെന്റൽ ഹെൽത്ത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് സൂര്യ സൂസൈഡ് കണ്ടിട്ടുള്ളത് വയനാട് മെഡിക്കൽ കോളേജിലെ സർജറി അസിസ്റ്റന്റ്. അതിന് തൊട്ട് അതിന് കണ്ടിട്ടുള്ള ആഴ്ചയാണ് വേറെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ സുപ്രിയ അവരുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് അവർ സംസാരിക്കേണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എന്തിന് കുറവാണെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ശരിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മെന്റലിനെ കുറിച്ച് എന്ത് സംഭവം വേണമെങ്കിലും അവർക്ക് വളരെ ഹോർമോൺ ഇംബാലൻസ്. ശരിക്കും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് ആ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് കൃത്യമായിട്ട് അമിതമായിട്ട് സ്മാർട്ട് ഫോൺ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളോ എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങളുടെ നല്ല ഫ്രണ്ട്സിന് അതല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും പാട്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ പാട്ട് കേൾക്കുക. അങ്ങനെ ശീലിച്ചിട്ട് മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മെസ്സേജ് കിട്ടി ശരിയായി തുടങ്ങി നോവില്ല പറയുന്നുണ്ടായിരുന്നു. 2 വാക്കുകൂടി ആരെങ്കിലും ഒരാൾ ആദ്യം കുറെ തമാശ രൂപേണ
പറയുന്നത് എസ്പെഷ്യലി ലാസ്റ്റ് ആ പോയിന്റ്സ് നിങ്ങൾക്ക് ടേക്ക് ഹോം മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കാര്യപരമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ പോലെ തന്നെ ടേക്ക് കെയർ ഓഫ് മെന്റൽ ഹെൽത്ത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയാം അവിടെ നിങ്ങൾക്ക് അത്രയെല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. Anything in your mind can trigger your physical performance. Physically, നമുക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ you go on hospital shopping. ഇനി ശരിയാവുന്ന അടുത്ത ഡോക്ടറെ കാണിച്ചു, മറ്റേ ഡോക്ടറെ കാണിച്ചു. And most of the time doctors see only the physical thing. കാരണം ഇന്നും എനിക്ക് താങ്കളെ അറിയോ ഇല്ല, താങ്കളെ കാലങ്ങളായിട്ട് എനിക്ക് അറിയുന്നില്ല. So you come with the physical symptoms, I give some medicine, but it is not there. It's not going there. Basically, mental health has to be even more important. പക്ഷെ അവിടെ പ്രശ്നം എന്താ? Drugs എടുക്കാം, ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മളെ ഇട്ടിട്ട് പോവാം. All those things you can have a positive attitude and you can move on in life. But യോഗേഷ് പറഞ്ഞ അവസാനത്തെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ചൈൽഡ് ഡെത്ത് ആകുന്നത് അല്ലെങ്കിൽ the nearest person in your life. Without whom you would not have imagined the life for you. ആ ഒരു വ്യക്തിയുടെ അഭാവം, how will you cope with that? It's not an easy thing. It's not at all an easy thing. പറയാൻ എളുപ്പമാണ്. At that time we will take, okay, that mental health നോക്കട്ടെ. You will never be able to do that. There should be some holistic strategies for that. നമ്മൾ ഇരുന്ന് ഡിവൈസ് ചെയ്യേണ്ട കാര്യമാണ്. How can those people be helped out എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, you practice now onwards to live alone. To start or to prepare yourself to be alone in your life at any point. Do your work, be എന്താ പറയുക, try to see improvement day by day. ആരും നമ്മുടെ കൂടെ നമ്മുടെ മരണം വരെ ഉണ്ടാവില്ല. That is the fact. You cannot have everybody with you to go to your graveyard. So be prepared for that. അപ്പോഴൊക്കെ പോയിട്ട് ഇതാകല്ല, because from you someone else will be benefited. നിങ്ങൾ ജീവനോടെ ഇരുന്നാൽ നിങ്ങളുടെ സർവീസ് വേറെ ആൾക്ക് ഉപകാരപ്പെടാം നാളെ. You can be a positive igniting point to somebody else. Then be a good listener. Start being a good listener. Suppose if your friend comes to you, ഞാൻ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ എന്നെ കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറയാതെ, ഓക്കെ ശരി നീ പറ എന്താ നിന്റെ പ്രശ്നം. Start having that attitude towards your friends. കാരണം ചിലപ്പോൾ it might be the starting of a big mental health disorder. So always give time to people who are worthy of your time. Okay, don't give time for those who you think that are not worthy, because you should be able to judge between the friendship you are going to keep in your life.